അങ്ങനെ നമ്മുടെ മനുവിനെ കമല ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഹരിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാത്തതുകൊണ്ട്. ആ സമയത്ത് നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പറയരുത്, ഞാൻ ഏറ്റവും കോളേജിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിച്ചിരുന്ന മനുവേട്ടനാണ്. അമ്മ ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യം ഇങ്ങനത്തെ ഒരു മകനെ പ്രസവിച്ചു എന്ന് മാത്രം. ഇങ്ങനത്തെ ഒരു ഏട്ടൻ്റെ അനിയത്തി ആയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്നോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഏട്ടൻ്റെ ഒരു ധൈര്യം മാത്രമാണ് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഹരിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാനും പറ്റാത്ത, നിങ്ങൾ രണ്ടാളതിൽ ഒറ്റ കെട്ടാലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ അലീനയും രോഹിത്തും കോളേജിൽ നിന്ന് വല്ലാത്ത സങ്കടത്തോടുകൂടി മടങ്ങണ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി കോളേജിൽ പോയിട്ട് പറ്റിയത്, അച്ഛനെ കാണാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ടു മോളെ, എന്നെ കൊണ്ട് പറയണം പറ്റണ പോലെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ കൂട്ടാക്കണില്ല. അത് എന്ത് പറഞ്ഞാലും രോഹിത്തിന് അഡ്മിഷൻ തരില്ല എന്നാണ് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തേ മോളെ ഒന്നും നടന്നില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, ഒന്നും നടന്നില്ല. ഒരാളുടെ മനസ്സ് അയാൾ ചെയ്തത് തെറ്റാണെന്നൊക്കെ വിചാരം തുടങ്ങി അയാളോട് ക്ഷമിക്കേണ്ട അച്ഛാ, അതല്ലേ ഏറ്റവും വലിയ ധാർമ്മികം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും മനസ്സിലാക്കാത്ത രോഹിത് ഇപ്പോൾ എല്ലാതും തെറ്റാണെന്ന് മനസ്സിലാക്കിയത്, അപ്പോൾ അവനോട് ക്ഷമിച്ചൂടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ തളരില്ല അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ടോണി ഫുള്ളായിട്ട് മദ്യപിച്ചിട്ടാണ് നമ്മുടെ മാമച്ചൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.